ഈ കിടക്കുന്നത് ആരാണെന്ന് നിങ്ങളോട് ആരോടും പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. എന്നാലും ഞാൻ ഒന്നുകൂടി പറയാണ്, ജസ്ന സലീം. ഈ കിടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കൊയിലാണ്ടി സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ വെച്ച് അവിടുത്തെ ഒരു നേഴ്സ് ഇഞ്ചക്ഷൻ മാറിക്കുത്തി. അങ്ങനെ ആ കാര്യത്തിലൊരു തീരുമാനമായി. ഒരു പാവം നിരപരാധിയെ ഈ പരുവത്തിലാക്കി. ഇഞ്ചക്ഷൻ മാറിക്കുത്തിയതിന് ശേഷം അവളുടെ കാല് ബൾജായാലും കൂടി വീങ്ങി ഒരു എന്താ പറയുക, മന്ത് പിടിച്ച ആൾക്കാരുടെ കാല് പോലെ എല്ലാം കൂടി. നേരാണോ ഇതൊക്കെ? പിന്നെ അങ്ങനെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയപ്പോൾ അവിടുത്തെ അവർ പറഞ്ഞ എന്താ വെച്ചാൽ മരിച്ചു പോകുന്നവരെ സാധ്യത ഉണ്ടെന്നാ. ഇവനെ ഒന്നും നമ്പാൻ പറ്റൂല. ഒരു ചെറിയ എന്തോ ഒരു മരുന്ന് കൊടുത്തതിന്റെ അലർജി എന്നാ എനിക്ക് മനസ്സിലായത്. എന്തോ കളിച്ചത് മതിയായില്ലേ? പുതിയ അടവാണോ? ഈ ഒരു ഗതി ഇനി വേറൊരാൾക്ക് വരാൻ പാടില്ല. തെറ്റായ വ്യവസ്ഥിതിക്കെതിരെ ഒരു വ്യക്തിയുടെ പോരാട്ടമാണ്. ജസ്ന സലീം എന്തൊക്കെ ഇടയ്ക്കിടയ്ക്ക് മൂത്രമൊഴിക്കാൻ പോകണമെന്നാണ് ഇടയ്ക്കിടയ്ക്ക് ഒരു കൈ ഇങ്ങനെ പൊക്കി കാണിക്കും. ശരി പറഞ്ഞോളൂ. മൂത്രമൊഴിച്ചിട്ട് ഇതാ നിങ്ങൾ ഇത്ര വിഷയമായിട്ട് പറഞ്ഞത്. ഇതാണ് സംഭവം. നിങ്ങൾ കണ്ട ആ കാല് ചെറിയ നീരുണ്ട്. ഇതാണ് പറയുന്നത് ഞാൻ ചാവാൻ കിടക്കുകയാണ്. ദൈവമേ, എന്റെ വായിൽ ഒരു തെറി പോലും വരുന്നില്ലല്ലോ. നിങ്ങൾ കിടത്തുന്നതല്ലേ, മരണത്തോട് മല്ലടിച്ച് കിടക്കുക. എന്താ എന്റെ ഉദ്ദേശം? പിടിച്ചു നിൽക്കണ്ടേ മുത്തശ്ശ? അത്രയും മരണത്തോട് മല്ലടിച്ച് കിടക്കുകയാണ് ജസ്ന. മാങ്ങാത്തൊലി നാളെ ഈ ഒരു കാരണം കൊണ്ട് അല്ലെങ്കിൽ ഇവള് മരണപ്പെട്ടു പോയാൽ ഇതൊക്കെ എന്ത് ദ്രോഹാടോ? സത്യം നമുക്ക് രണ്ടു കൂട്ടർക്ക് അറിയണല്ലേ, പിന്നെ ആരെ കാണിക്കാനാണ് ഈ കാലില് ചെറിയ നീര് വന്നു, ഇതാണ് വിഷയം. പക്ഷെ 2 മിനിറ്റ് നടന്നു കഴിഞ്ഞാൽ പിന്നെ നടക്കാൻ പറ്റില്ല, ഉടനെ മരിച്ചു എന്ന് പറയുന്നത്. അതെന്തൊരു നീരാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അതിനു വേണ്ടി ഒരു നടപടി എന്തെങ്കിലും ചാവാൻ കിടക്കണമെന്നാ പറഞ്ഞത്. ഇപ്പൊ മരണപ്പെട്ടു പോകുന്ന ജസ്ന സലീം എണീറ്റിരിക്കുന്നു. വളരെ ഗംഭീര പെർഫോമൻസ്. എനിക്ക് ചിരിയാണ് വരുന്നത്. ഈ കാലിന് ചെറിയൊരു ഇഞ്ചക്ഷൻ എന്തോ കൊടുത്ത് മാറില്ല, ഒരു ചെറിയൊരു നീര് വന്നതിന് മരണാവസ്ഥയിലെന്നും പറഞ്ഞിട്ട് ടൈറ്റിൽ കേൾക്കുന്നവരെന്താ വിചാരിക്കുക? അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പർ അല്ലേ? വീഡിയോക്ക് റെസ്പോൺസ് അങ്ങനെ 17 വ്യൂ. എനി കമന്റ്? മരണത്തോട് മല്ലടിക്കുന്ന ഒരാളെ കാണുമ്പോൾ ചിരിയാണ് വരുന്നത് ആദ്യമായിട്ടായിരിക്കും. ഫസ്റ്റ് കമന്റ്. നെക്സ്റ്റ് കമന്റ്. ഇവിടെ ഇതിനു മുമ്പ് എന്തെങ്കിലും സിനിമയിലോ നാടകത്തിലോ അഭിനയിച്ചിട്ടുണ്ടോ? വീഡിയോ കാണുമ്പോഴേ അഭിനയിച്ച് നല്ല പരിചയമുള്ള പോലെ തോന്നുന്നു. ഇതിലും അപ്പുറമാണ് ഞാൻ പ്രതീക്ഷിച്ചത്. വീഡിയോ എടുക്കുന്ന മന്ദബുദ്ധി അവളോട് എഴുന്നേറ്റ് വല്ല പണി എടുത്തും ജീവിക്കാൻ പറ. മതി. എന്തായാലും കുറച്ചെങ്കിലും റീച്ച് കിട്ടിയാൽ മതിയായിരുന്നു, അല്ലെങ്കിൽ ഈ കിടപ്പൊക്കെ വെറുതെ ആകും. കറക്റ്റ് ആണ്. എനിക്ക് തോന്നുന്നത് നമ്മൾ കുറച്ചുകൂടി ഇമ്പാക്ട് ഉള്ള എന്തെങ്കിലും ചെയ്തിട്ടേ കാര്യം.